UDF-ന് ജനങ്ങൾ ഇത്തവണ നൽകിയ വിജയത്തിന് രാഷ്ട്രീയ മാനങ്ങൾ മാത്രമല്ല ഉള്ളത്, സാമൂഹിക മാനങ്ങളുണ്ട്. ഈ ഗവൺമെന്റ് വന്ന ശേഷം നടന്ന ഏറ്റവും വലിയൊരു പുണ്യകർമ്മം, ഇന്നലെ രാത്രി വരെ ഉള്ള കണക്ക് പ്രകാരം തൂഫാൻ എന്ന് നാമകരണം ചെയ്യപ്പെട്ട മയക്കുമരുന്ന് വേട്ടയിൽ 850 അറസ്റ്റുകളാണ് നടന്നത്. 850 അറസ്റ്റുകൾ. ജൂൺ 2 മുതൽ ഇന്നലെ വരെ വെറും 5-6 ദിവസം കൊണ്ട് 750 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. 60 ലക്ഷത്തിന്റെ മയക്കുമരുന്നാണ് പിടിച്ചത്. അവർ നീതി കൊടുക്കാനാണ്. നാട്ടിൽ നടക്കുന്ന ഏറ്റവും വലിയ അനീതി മയക്കുമരുന്നാണ്. കുടുംബത്തിലെ നീതി തകർക്കുന്നു, സമൂഹത്തിലെ നീതി തകർക്കുന്നു, ഏറ്റവും വലിയ നീതിയുടെ സ്ഥാപനമായ മാതൃത്വത്തെ ഹനിക്കുന്നു. കഴിഞ്ഞൊരു കൊല്ലമായിട്ട് ഞാൻ പലയിടത്തും സംസാരിക്കാറുള്ളത് കേരളത്തിൽ മക്കളാൽ കൊല ചെയ്യപ്പെട്ട മാതാക്കളുടെ കണക്കെടുക്കണമെന്നാണ്. മനോരോഗിയായ മാതാവ് ബോധം കെട്ട് കിടക്കുമ്പോൾ കൊന്ന മകനുണ്ട്. ഗ്യാസ് സിലിണ്ടർ കൊണ്ട് തലക്കടിച്ചു കൊന്ന മകനുണ്ട് കേരളത്തിൽ. ബാംഗ്ലൂർക്ക് പഠിക്കാൻ പറഞ്ഞയച്ച മകൻ തിരിച്ചു വന്ന് കത്തി വാങ്ങി മൂർച്ചയുണ്ടോ എന്ന് പരിശോധിച്ച് അമ്മയെ കൊന്ന ശേഷം എന്നെ ഗർഭം ചുമന്നതിനും പ്രസവിച്ചതിനുമുള്ള പ്രതിഫലം ആ പെണ്ണിന് ഞാൻ കൊടുത്തു എന്ന് പറഞ്ഞ മകൻ പാർക്കുന്ന നാടാണ് ഇന്ന് കേരളം. ഈ കേരളത്തെ ഇவ்விധം മയക്കുമരുന്ന് പിശാചിന്റെ കരങ്ങളിൽ അകപ്പെട്ടെങ്കിൽ ഞാനിപ്പോ ആലോചിക്കുന്നത് 6 ദിവസം കൊണ്ട് 60 ലക്ഷത്തിന്റെ മയക്കുമരുന്ന് പിടിക്കാൻ കഴിയുമോ എങ്കിൽ, 750 അറസ്റ്റ് നടത്താൻ കഴിയുമോ എങ്കിൽ, ജസ്റ്റ് വിത്ത് 6 days. ശ്രീ രമേശ് ചെന്നിത്തലക്ക് അഭിനന്ദനമല്ല, അതിനൊക്കെ അപ്പുറം ഈ നാട്ടിലെ മാതാക്കളുടെ പ്രാർത്ഥനകളാണ് എന്ന് ഞാൻ പറയും.